Hi friends, good morning. It's me Simon YouTube channel, Simon Varghese Instagram, Simon Varghese Facebook. Welcomes you. Have a fantastic positive day. നമ്മുടെ പോസിറ്റീവ് ചാനൽ ആയതുകൊണ്ട് തന്നെ നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ പറയാറില്ല, പ്രവർത്തിക്കാറില്ല. കാരണം നമ്മൾ പോസിറ്റീവായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം ഒത്തിരി മാറ്റിമറിക്കപ്പെടും. അപ്പോൾ പലരും ചോദിക്കും, എസ്പെഷ്യലി വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരൊക്കെ ചോദിക്കും, എങ്ങനെയാണ് പോസിറ്റീവ് ആകുക എന്ന്. പലർക്കും അറിയില്ല എങ്ങനെയാണ് പോസിറ്റീവ് ആണെങ്കിൽ എന്തെങ്കിലും പുസ്തകങ്ങൾ പഠിക്കണോ, പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൈക്കോളജി ബുക്കുകൾ വായിക്കണോ, നമുക്ക് തിയോളജി വായിക്കണോ. നമ്മുടെ സഭകൾ, എല്ലാ സഭകൾക്കും അങ്ങനെയുള്ള പുസ്തകം അതൊക്കെ പഠിച്ചാൽ കുറേ കിട്ടുമായിരിക്കാം. പക്ഷേ പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, അവനവന് ആവശ്യമുള്ള കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവന് അസ്വസ്ഥയും അസൗകര്യവും ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് തന്നെ അതിൻ്റെ കാര്യം. ഇപ്പോൾ സൈമൺ വർഗീസ് എന്ന് പറഞ്ഞ് ഞാൻ ഉദാഹരണം എന്നെപ്പറ്റി തന്നെ പറയാം. ഞാൻ ആരോടെയൊന്ന് സംസാരിച്ചാലും മറ്റുള്ളവർക്ക് പ്രശ്നമില്ല. എന്താ, ഞാൻ ഒരാടെയും കുറ്റം പറഞ്ഞുകൊണ്ട് വേറൊരു അടുത്ത് പോകാറില്ല, അല്ല ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറയാറില്ല, അല്ലെങ്കിൽ കല്യാണം മുടക്കാറില്ല. നമ്മൾ അവരിൽ നന്മ മാത്രമേ കാണത്തുള്ളൂ. ഒരിക്കൽ ഞാൻ പറയുണ്ടായി, മെഡിക്കൽ കോളേജിൽ വെച്ച് ഞാൻ കണ്ടൊരു കാര്യം. അറിയപ്പെടുന്ന ഒരു വാടക ഗുണ്ടായ, അവൻ്റെ പണി വാടക ഗുണ്ടെന്ന് അവനറിയില്ല, അവൻ വാടക ഗുണ്ട. കാരണം സ്നേഹമുള്ളത് വന്ന് 50,000 രൂപ വന്നു, അതുകൊണ്ട് ഇന്നവൻ എന്നെ ഒന്ന് അവമാനിച്ചാൽ എൻ്റെ മകളെ ഒന്ന് കളിയാക്കി. അത് സ്ഥിരമായി. അവനെ ഒന്ന് കൈകാര്യം ചെയ്ത് അവനെ പോയിട്ട് 4 അടി കൊടുക്കുമ്പം ഇവൻ്റെ വിചാരം ഇവൻ എന്തോ സഹായിച്ചു. 50,000 രൂപ മേടിച്ചു അടി കൊടുക്കുമ്പോൾ ഇവൻ ഗുണ്ടയായി മാറി. അങ്ങനെ ആ ഗുണ്ട ഉണ്ടായത്. പക്ഷേ ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു ആക്സിഡൻറ്റ് കേസ് വന്നപ്പോഴേ അവിടെ എല്ലാ സൗകര്യമുണ്ട്, എന്നാലും ഇതൊന്ന് എടുക്കാനും ഇറക്കാനും ഓടി നടക്കാനും എല്ലാം ഇവൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ഇവനെ ശ്രദ്ധിച്ച് പോലീസ് നിൽപ്പുണ്ട്, ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ വേറെ ആവശ്യം ഞങ്ങൾ നിൽപ്പുണ്ട്, ഞങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇവനാകാൻ. പക്ഷേ അവൻ്റെ ആ സ്നേഹവും സൗകുമാര്യമായ പെരുമാറ്റമൊക്കെ നമ്മളെ ഹടാകർഷിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം. അതായത് നമ്മൾ നന്മ ചെയ്യുമ്പം അതിൻ്റെ ഒരു ലൈറ്റ് നമ്മളിൽ നിന്ന് പുറപ്പെടും, ഒരു ശക്തി പുറപ്പെടും. നമ്മൾ കുശുമ്പം കുന്നായ്മ ഒരു കാര്യമില്ല. വീട്ടിൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളാണ്. അയൽവക്കത്തെ കുശുമ്പ്, ഇവിടുത്തെ കുശുമ്പ് എല്ലാം കൂട്ടിപ്പിടിപ്പീര്. ഒരാൾ വന്നൊരു സങ്കടം പറഞ്ഞാൽ അത് 40 പേരോട് പറയുക, അവനെ അപമാനിക്കുക. ഏതാ ഉച്ചയും കൊണ്ട് ആശുപത്രി പോകണം ചേട്ടാ, മറ്റൊരു മാർഗ്ഗമില്ല, ഒരു 500 രൂപ താ എന്ന് ചോദിച്ചാൽ ഇവൻ 200 രൂപ കൊടുക്കുകയും ചെയ്യും. 2000 രൂപയുടെ അതാ പാരയെന്ന് പറയും, സ്നേഹപ്പാര. അത് നെഗറ്റീവാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ അസുഖം പറയാം: എളിവേദന, കാലുവേദന, മുട്ടുവേദന, പുറം വേദന, എഴുന്നേൽക്കുമ്പോൾ ഒരു വെട്ടൽ. ഇങ്ങനെയുള്ള നെഗറ്റീവ്സിന് വരുന്ന അസുഖങ്ങളായത്. ഇവർ ഈ നെഗറ്റീവ്സ് കളഞ്ഞ് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഒരല്പം പ്രാർത്ഥനയും അല്പം ഒരു എക്സസൈസും ഒരല്പം നടപ്പമൊക്കെ തുടങ്ങുമ്പോൾ ഇതെല്ലാം ഒന്നൊന്നായി വിട്ടുപോകും. ഇതവരുടെ സ്ഥായിയായ ആ മെറ്റബോളിസത്തെ തകർക്കുന്നുണ്ടാകുന്ന. നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ കുശുമ്പും കുന്നായ്മയും പറഞ്ഞ് നടക്കാനുള്ളതല്ല നമ്മുടെ ബുദ്ധിയും ശക്തിയും ശരീരവും. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയും സഹജീവികളോടും അയൽവക്കക്കാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ആഗ്രഹിച്ചിട്ടുള്ളത്. അല്ലാതെ ഇപ്പം ബൈബിളിൽ തന്നെ എന്താ പറയുന്നത്, 10 കൽപ്പന പറഞ്ഞിട്ട് അവസാനം പറയുന്നതന്നെ, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ നീ നിന്നെ എങ്ങനെ അതുപോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പം നമ്മൾ കുരിശുമ്പം കുന്നായ്മ പറയുമോ, അല്ലെ അവൻ്റെ കുഞ്ഞുങ്ങളെപ്പറ്റി അപവാദം പറയുമോ? അങ്ങനെ പല കുടുംബ പ്രശ്നം ഉണ്ടാക്കുന്ന ഈ അപവാദം പറഞ്ഞ് കള്ളു ഷാപ്പിൽ ഇരുന്ന് വർത്താനം പറയുമ്പോഴാണ് വല്ല കാര്യമുണ്ടോ? അപ്പം പോസിറ്റീവ്, ബി പോസിറ്റീവ്. അതാണ് പോസിറ്റീവ്. ഏറ്റവും സിമ്പിൾ ഞാൻ പറയാം. പിന്നെ ഓഫീസിൽ ഒരു കഴിവുള്ള ഒരു ഓഫീസർ വന്നു, ഉടനെ അവനെ പാര വെച്ച് അവനെ എങ്ങനെ നമ്മുടെ ചീഫ്റ്റിനെ എതിർപ്പുണ്ടാക്കാൻ ശ്രമിക്കുക. വല്ല നേട്ടമുണ്ടോ? അവൻ വന്നതുകൊണ്ട് 4 പേരുടെ ജോലി അവൻ ചെയ്യുന്നുണ്ട്, ഓഫീസിന് നല്ല പേരുണ്ട്. അപ്പോൾ അവനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. അതുപോലെ പ്രധാനപ്പെട്ട സെക്ഷനിൽ നിന്ന് കഴിവുള്ള പിള്ളേരെ മാറ്റി വയ്ക്കുക, എന്നിട്ട് കൈക്കാശ് മേടിക്കുന്ന ഇങ്ങനെയുള്ള പ്രശ്നക്കാരെ പിടിച്ച് അവിടെ പോസ്റ്റ് ചെയ്യുക. ഇതെല്ലാം ഈ പറയുന്ന നെഗറ്റീവ്സിനകത്ത് വരുന്ന. രാഷ്ട്രീയത്തിൽ കുതികാല് വെട്ടുക, പുറകിൽ നിന്ന് പാര പണിയുക. ഒരു പെൺകുട്ടി വിവാഹം ആലോചിക്കാൻ വരുമ്പം ഒരു നാട്ടുകിടപ്പം നമ്മളൊന്ന് അന്വേഷിക്കാൻ ആരെങ്കിലും പറഞ്ഞു വിടും. അങ്ങനെയുള്ളവരെ കാണുമ്പം അത്
മോശമായി കൊടുത്ത് ആ കുട്ടിയുടെ ഭാവി നശിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പം ദൈവം നമുക്ക് ഒരു വാൾ വെച്ചിട്ടുണ്ട്. ഞാൻ സ്വല്പം കരാട്ടയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ കരാട്ടെ പഠിപ്പിക്കാൻ ആശാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങളെല്ലാവരും ഇങ്ങനെ പഠിക്കാൻ വന്നിരിക്കുന്നവരോട് പറയുന്ന കാര്യം, എടാ നീ 10 അടി അടിക്കുമ്പോൾ ഒരടി നിനക്കായി ഒരുങ്ങിയിരിപ്പുണ്ട്, ഒരടി നിനക്ക് കിട്ടും. അതുകൊണ്ട് ഒരടിക്ക് പോകാതിരിക്കും നല്ലത്. അത് അടിപിടിയാണെങ്കിലും കൊള്ളാം, പാര പണിയുന്ന കാര്യത്തിലായാലും കൊള്ളാം, മറ്റുള്ളവരെ പറ്റി മോശം പറയുന്നതായാലും കൊള്ളാം. ഒരു കാര്യം ഞാൻ പറയാം, നാം ഒരുങ്ങിയിരിക്കണം. നാം ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് തിരിച്ച് അതേ ബൈബിൾ പറയുന്നത് അതേ ബലത്തിൽ കിട്ടുമെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ട് മറ്റുള്ളവർ എങ്ങനെ നിന്നോട് പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നു അങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണമെന്ന് സുവിശേഷം പഠിപ്പിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നീ എന്ത് ചെയ്യുന്നു അത് നിനക്ക് കിട്ടും. ഇന്നിപ്പോൾ ഞാൻ ഒരു അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടാകും. ഞാൻ നടക്കാൻ പോകുമ്പോൾ നമ്മുടെ പൂത്തുങ്കൽ അച്ഛൻ, നമ്മുടെ സെൻറ്റ് ആൻ്റണീസിലെ പൂത്തിലച്ഛൻ്റെ ഒരു പ്രഭാഷണം രാവിലെ 5-10 മിനിറ്റ് ഉണ്ട്. എന്നും അത് കേൾക്കും. ഇന്ന് കേട്ടത് പറയുമായിരുന്നു, എടാ അപ്പ നീ ഒളിച്ചിരുന്ന് എന്ത് കാണുന്നു, അത് നിൻ്റെ മകനും മകളും കാണുന്നുണ്ട്, നീ ഓർത്തോണം. ഈ മൊബൈലിൻ്റെ ദുരുപയോഗത്തെ പറ്റിയാണ് പറയുന്നത്. നീ വളരെ രഹസ്യമായിട്ട് ഇന്ന് കാണുന്നുണ്ട്, പക്ഷെ നിൻ്റെ മകനും മകളും അത് കാണുന്നുണ്ടെന്ന് ഓർത്തോണം. അപ്പം യു ഷുഡ് ബി എ മോഡൽ ഫോർ യുവർ വേർഡ്സ്. നിൻ്റെ കുട്ടികൾക്ക് നീ ഒരു മോഡലായിരിക്കണം. മൊബൈൽ ഉപയോഗിച്ചോളൂ, അത് നല്ലത്. ഇപ്പം ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, റിസർച്ചിന് ഉപയോഗിക്കുന്നുണ്ട്, പഠിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, നല്ല നല്ല ചാനലിൽ നല്ല നല്ല സ്പീച്ചിന് വേണ്ടി ഉപയോഗിക്കും. അല്ലാതെ ഈ മ്ലേച്ഛതയ്ക്ക് വേണ്ടി അതിൻ്റെ പുറകെ പോകാറ്. എന്നാൽ കാഷ്വലി നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ ചില വിദേശ സൈറ്റൊക്കെ കയറി വരും. നമ്മളപ്പോൾ തന്നെ അത് പ്രാർത്ഥനയോടെ അത് മാറ്റി വെച്ചിട്ട് നമ്മളത് ഉപേക്ഷിക്കും. കാരണം മനുഷ്യരല്ലേ, പ്രലോഭനങ്ങൾ എപ്പോൾ വേണേലും വരാം. അപ്പോൾ അതിനെ അതിജീവിക്കണം. അപ്പം പോസിറ്റീവായിട്ട് ബി പോസിറ്റീവ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളിൽ പോസിറ്റീവ് ആകും. ബൈബിളിൽ പറയുന്നുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളിലെ വിശ്വസൻ വലിയ വലിയ കാര്യങ്ങളിൽ ചുമതലപ്പെടുത്തപ്പെടും. അപ്പം നിങ്ങൾ ചെറിയ കാര്യമാണെന്ന് കണ്ട് സിമ്പിളാക്കണ്ട, വലിയ കാര്യമാണെന്ന് കണ്ട് ആദ്യ പിടിക്കുകയും വേണ്ട. ഇതെല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ബി പോസിറ്റീവ് ഓൾവേസ്. നിൻ്റെ ആ നടപ്പ്, നിൻ്റെ ഭാവം, നിൻ്റെ പ്രവൃത്തി. അപ്പം നീ അക്സെപ്റ്റബിൾ ആണെന്ന് ആളുകൾ കണ്ടു തുടങ്ങുമ്പം അവർ നിർവ്യാജം നിന്നെ സ്നേഹിക്കും, നിന്നോട് സഹകരിക്കും, നിന്നോട് സംസാരിക്കും. എന്തിനാ? അയൽവക്കക്കാരൻ്റെ പെൺകുട്ടിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ നിന്നെ കൂട്ടിവിടും. അപ്പോൾ അവർക്കറിയാം ഇനി ആളാണ്, പ്രശ്നമില്ല, ഞാൻ പോകുന്നതിന് സേഫ്റ്റിയാണ്, കാര്യങ്ങൾ നടക്കും എന്നവർ വിശ്വസിക്കും. അതായിരിക്കണം നമ്മുടെ മുഖമുദ്ര. മറ്റൊരുവൻ നമ്മളെ വിശ്വസിക്കാൻ തക്ക വിധം നമ്മൾ ശുദ്ധരും വിശുദ്ധരുമായിരിക്കണം. ഓക്കെ, അപ്പം ഒരുമാതിരി അസുഖമൊന്നും വരികയല്ല. പിന്നെ രാവിലെ 1 മണിക്കൂർ നടക്കുക, ഒരു 3/4 മണിക്കൂർ എക്സസൈസ് ചെയ്യുക, ഒരസുഖം വരികയല്ല. ആശുപത്രി കണ്ടിട്ടില്ല, രോഗികളെ കാണാൻ പോകാനല്ലാതെ ആശുപത്രി പോകേണ്ടി വരികയല്ല. ഇപ്പം എനിക്ക് 20 വർഷം ഉണ്ടായിരുന്ന എൻ്റെ പ്രഷർ രോഗം വിട്ടുപോയി. 34 വർഷമായിട്ട് ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഞാൻ ഇൻസുലിനൊന്നും എടുക്കുന്ന ചെറിയൊരു ഗുളിക ഇപ്പോഴും കഴിക്കുന്നുണ്ട്. അത് നിർത്താമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എൻ്റെ ഡോക്ടർ പറഞ്ഞു അത് ഇരിക്കട്ടെ, കഴിക്കുന്നുണ്ട്, അല്ല ഒന്നുമില്ല. 34 വർഷം കഴിഞ്ഞ ഒരു യൗവനക്കാരനാണ് ഞാൻ. ആവശ്യമെങ്കിൽ ബാംഗ്ലൂർ വരെ കാർ ഓടിച്ച് പോകാൻ പല പ്രാവശ്യം പോയി കഴിഞ്ഞു, പോകാൻ എനിക്ക് പറ്റും. ഞാനിപ്പോഴും രാത്രി കാർ ഓടിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ കണ്ണുകൾക്കൊക്കെ നല്ല കാഴ്ചയാണ്. അവർ ഡിം അടിച്ചില്ലേ പോലും എനിക്ക് പരാതിയില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ പോകും. അപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ഒരു എക്സസൈസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ബാലൻസിനൊക്കെ എക്സസൈസ് ഉണ്ട്, ബാലൻസൊക്കെ ക്ലിയറായ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്ക് കാഴ്ച വളരെ ശക്തമാണ്. അതുപോലെ എവിടെ ഇമ അനങ്ങിയാലും ഞാൻ കാണും. വാഹനം ഓടിച്ച് പോകുമ്പോൾ ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ബസ് കിട്ടാൻ വേണ്ടി എടുത്ത് ചാടാൻ അവൻ ആയുന്നതിന് മുമ്പ് ഞാൻ കാണുകയും ഞാൻ വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തുന്നത്. എൻ്റെ വണ്ടി ABS EBD ഉള്ള വണ്ടിയാണ്. ചവിട്ടിയെടുത്ത് നിന്നു. അയാൾ നിന്നില്ല, അയാൾ ഓടി ആ ബസ്സിൽ കയറാൻ പോയി. പക്ഷേ ഞാനത് കാണാതിരുന്നെങ്കിലോ, ഞാൻ ആ ബ്രേക്ക് ചെയ്യത്തില്ല, അതിന് ചത്തുപോയേനെ. അപ്പം നമ്മുടെ എക്സസൈസ് കൊണ്ട് കണ്ണിന് ശക്തി കൂട്ടാൻ പറ്റും. കണ്ണിന് എക്സസൈസ് കൊടുക്കുമ്പോൾ ഡയബറ്റിക് മെലോപ്പതി അതൊന്നും പിടിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ഇറ്റ്സ് മീ സൈമൺ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ധാരാളം 100-200 കൂടുതൽ വീഡിയോ ഉണ്ട്. അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സസൈസിൻ്റെ വീഡിയോ ഉണ്ട്, അതെടുത്താൽ കണ്ണിൻ്റെ എക്സസൈസൊക്കെ ഉണ്ട്.
കണ്ണ് ശക്തിപ്പെടുത്താൻ പറ്റും. ഏതൊരു ബോഡിക്കും. ഞാൻ എക്സസൈസ് ചെയ്യുന്നത് ഫിംഗർ ടു ടോ എന്ന് പറയും. കയ്യിലെ വിരൽ മുതൽ കാൽ വിരൽ വരെ എക്സസൈസ് കൊടുക്കും. ബോഡിയിൽ ഏത് പാർട്ട് ഉപയോഗിക്കാതിരിക്കുന്നു ആ പാർട്ട് ക്രമേണ അതിൻ്റെ പണി നിർത്തും. അതായത് കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇടുന്ന ആളോടും ഡോക്ടർ പറയും ആ ഫിംഗർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അനക്കണം, ബ്ലഡ് സർക്കുലേഷൻ വരണം എന്നൊക്കെ പറയും. നമ്മൾ ഉപയോഗിക്കാത്ത മസിൽ ഉപയോഗപ്രദമല്ലാതായി പോകും. യു മസ്റ്റ് യൂസ് യുവർ ഓൾ ദി മസിൽസ് എവറി ഡേ. ചെറിയ രീതിയിലാണെങ്കിലും ഒന്ന് ചലിപ്പിക്കണം. അപ്പോൾ ആ മസിലൊക്കെ ആയി. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ബി പോസിറ്റീവ് ഓൾവേസ്. നിങ്ങൾ പോസിറ്റീവ് ആകാൻ വേണ്ടി MBBS MD ഒന്നും പാസ്സാകണ്ട. നിങ്ങൾ പോസിറ്റീവ് ആകാൻ വേണ്ടി കോളേജ് പ്രൊഫസറാകാൻ പോകണ്ട. നിങ്ങൾ നാട്ടിൻപുറത്തൊരു സാധാരണ മനുഷ്യനായിരിക്കാം, അത് മതി. നിങ്ങൾ ഒരു ചെറിയ വാഹനമോട് ജീവിക്കുന്ന ആളായിരിക്കാം, മതി. പക്ഷേ ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ അയൽവക്കക്കാരനെ സഹായിക്കാൻ, മറ്റുള്ളവരെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതിരിക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വലിയ ആളായി മാറും. അങ്ങനെ മാറുന്ന ആളുകൾ ഒരിക്കലും ജനഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല. നിങ്ങളിപ്പോൾ മുഖ്യമന്ത്രി ആയാലും മന്ത്രി ആയാലും പത്രത്തിൽ പടമൊക്കെ വരും. പക്ഷേ നിങ്ങൾ മോശക്കാരനാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ അതും പോകും. മറിച്ച് നിങ്ങളൊരു ഓട്ടോറിക്ഷ ഡ്രൈവറോ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറോ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ 10 പേരെ സഹായിച്ചാൽ നിങ്ങളെന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കും. അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വെട്ടിത്തിളങ്ങി നിൽക്കാൻ നിങ്ങൾ വലിയ വലിയ പദവിയിലൊന്നും തേടിപ്പോകണ്ട. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുക. അയൽവക്കത്തെ ഒരാൾക്ക് ജോലി പോയെന്നറിഞ്ഞാൽ അവനെ പോയി സഹായിക്കുക. അതിൽ ആക്സിഡൻ്റ് ആയിട്ടിരിക്കുന്ന കുടുംബത്തിൽ പോയി കാണുകയും ഒരു വീട്ടിൽ നല്ല ഇറച്ചിക്കറി വെച്ചാൽ ഒരല്പം കറിയും ഇച്ചിരി ചോറും എടുത്തുകൊണ്ട് കൊടുത്ത് വർത്താനം പറയുക. ആ മേലാത്ത അവസ്ഥയിൽ കിട്ടുന്ന ആ ഭക്ഷണം ഉണ്ടല്ലോ, അവൻ മരിച്ചാലും മറക്കില്ല. അത് നമുക്കത് കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്ത്. ഇനി അയാൾക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ ലൈഫ് അടിപൊളിയായിരിക്കും. ഒരു വാതിൽ അടയുമ്പോൾ 9 വാതിൽ തുറക്കും. ഞാനിപ്പോൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഐ മീൻ മൈ 6+, ബട്ട് ഐ ആം ലിവിങ് ഹാപ്പിലി. ഞാനിപ്പോഴും ചാടിത്തുള്ളി ആഹ്ലാദിച്ച് ഞാൻ ചേട്ടാന്നൊക്കെ വിളിക്കത്തുള്ളൂ. അപ്പാപ്പാന്നും അപ്പച്ചാന്നൊക്കെ വിളിക്കേണ്ട പ്രായത്തില്ല. ഞാൻ ചേട്ടാ വിളി കേൾക്കുമ്പോൾ എനിക്കൊരു സുഖമാണ്. ചേട്ടാ ഒന്ന് മാറി എന്നൊക്കെ നമ്മൾ ചാടി മാറിയേക്കും. അതെന്തുകൊണ്ടാണ്? ഐ എം കീപ്പിംഗ് മൈ ഹെൽത്ത്, ഐ എം കീപ്പിംഗ് മൈ ബിഹേവിയർ, ഐ എം കീപ്പിംഗ് മൈ കോണ്ടാക്ട്, ഐ എം കീപ്പിംഗ് മൈ savings, yeah, and also I am spending my money worthily and positively. ആർക്കെങ്കിലും ആവശ്യമില്ലാതെ ഞാൻ പൈസ കൊടുക്കാറില്ല. ഒത്തിരി പണങ്ങൾ കൊണ്ട് ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിക്കാറില്ല. അതൊക്കെ അനുയോജ്യ ആളുകൾ വരുമ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കും എന്നും പറയും. കൊടുക്കാതിരിക്കുന്നില്ല, കൊടുക്കും. ഭണ്ഡാരത്തിൽ ഇടും. പക്ഷേ അനാവശ്യമായി അങ്ങനെ ഇടാറില്ല. പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി കൊടുക്കാറില്ല. 1,00,000 രൂപ കൊടുത്താൽ നോട്ടീസിൽ പേര് വരുമെങ്കിൽ അത് ഞാൻ മാറി നിൽക്കും. എനിക്കിഷ്ടമില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പക്ഷേ 2,00,000 രൂപ വേറെ കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ വേണം ജീവിക്കാൻ. ബി പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ലൈഫ് അടിപൊളിയായിരിക്കും. ഒരു മൂക്കിപ്പനി പോലും നിങ്ങൾക്ക് ദൈവം വരുത്തില്ല. ഇനി പനി വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളിപ്പം അടിയന്തരമായ ഒരു യാത്ര പോകാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു കടുത്ത ജലദോഷവും പനിയും വന്നു. നിങ്ങൾ ആ യാത്ര മാറ്റി വെക്കുമ്പം ഒരുപക്ഷെ നിങ്ങളൊരു വലിയ അപകടത്തിൽ നിന്നായിരിക്കും രക്ഷപ്പെടുക. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തൊരു ഹോട്ടലിൽ വെച്ച് നിങ്ങളൊരു വലിയ തെഫ്റ്റ് ഉണ്ടാകുന്നതിന് ശേഷം നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പം ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് എപ്പോഴും നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.